ഒറ്റ നോട്ടത്തിൽ ഈ 3 വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിയമഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനൊരു വലിയ തിരിച്ചടി എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? എന്താണ് ഈ വിധിന്യായം കൊണ്ട് സംഭവിക്കുന്നത്? ഞാനിതിനൊരു സെമി ബാലൻസ്ഡ് വിധി എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ആസ്പെക്ട്സിൽ ഈ വിധി, ഈ ഇടക്കാല ഉത്തരവിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒന്നാമത്തെ ആസ്പെക്ട്, ഒരു ഇന്ററിം ഓർഡർ, ഒരു ലെജിസ്ലേറ്റീവ് ചലഞ്ചിന്റെ മേലൊരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാനെടുത്ത തീരുമാനം വളരെ റയറാണ്. സാധാരണഗതിയിൽ ഒരു ലെജിസ്ലേഷന്റെ ചലഞ്ചിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റുകൾ ആർട്ടിക്കിൾ 13 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് പാർട്ട് 3 ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടെന്ന് പേറ്റന്റ് ആയിട്ട് പ്രിമാ ഫേസി ബോധ്യപ്പെട്ടാൽ മാത്രമേ, വളരെ റയറായി മാത്രമേ അതിന്റെ ഏതെങ്കിലും പ്രൊവിഷൻ സ്റ്റേ ചെയ്യപ്പെടാറുള്ളൂ. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി സ്റ്റേ ചെയ്യപ്പെടും. കോമ്പീറ്റൻസിന്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല, കോമ്പീറ്റൻസ് ഉണ്ട്. അപ്പൊ ആർബിട്രനെസ്സും ആ ഇഷ്യൂസും ഒക്കെ നോക്കിയതിന് ശേഷം അവര് അതിന് ഇന്റർഫിയർ ചെയ്തു, അപ് ടു ആൻ എക്സ്റ്റെന്റ് ഇന്റർഫിയർ ചെയ്യാൻ തീരുമാനിച്ചു ചില കാര്യങ്ങൾ. അത് സ്വാഗതാർഹമാണ് ശരിക്കും. അത് ഞാനതിന്റെ പക്കാ ലീഗൽ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദ കോമൺ മാൻ വിൽ ഡൈജസ്റ്റ് ഇറ്റ് ഓർ നോട്ട്. എനിവേ, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഇന്റർഫിയർ ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ വിഷയം, ഈ 3C ബന്ധപ്പെട്ട് കളക്ടറുടെ ഒരു അധികാരം ടോട്ടലി വയലേഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു. കളക്ടർ ഒരു ഗവൺമെന്റ് ലാൻഡ് ആണ് എന്ന് കളക്ടർ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ കളക്ടർ അങ്ങനെ തീരുമാനിച്ചാൽ, അങ്ങനെ ചിന്തിച്ചാൽ പോലും ഒരു വഖഫ് അല്ലാതായി മാറും. അങ്ങനെ പ്രോപ്പർട്ടിയുടെ സ്വഭാവം തീരുമാനിക്കേണ്ട അധികാരം ഒരു കളക്ടർക്ക് ലഭിക്കുകയാണ്. ഒരു ജുഡീഷ്യൽ അതോറിറ്റി നോക്കേണ്ട ഒരു കാര്യം കളക്ടർക്ക് ലഭിക്കുകയാണ്. ഇമീഡിയറ്റ്ലി അതിന്റെ വഖഫിന്റെ സ്വഭാവത്തിന് മാറ്റാൻ കഴിയുന്നു. ഫൈനലി അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ അവർക്ക് ഈ രേഖകളൊക്കെ മാറ്റം വരുത്താനായിട്ട് ഗവൺമെന്റ് മാറ്റം വരുത്തും. അത് ഹൈലി ആർബിട്രറി ആയ ഒരു കാര്യമാണ്. അത് ഓൾമോസ്റ്റ് പൂർണ്ണമായും തന്നെ അത് കോടതി തീരുമാനിക്കട്ടെ എന്ന തരത്തിലേക്കാണ് ഇന്ററിം ഓർഡർ പറഞ്ഞിരിക്കുന്നത്. കളക്ടർ അങ്ങനെ പറയുന്നു, ഓഫീസിൽ തെറ്റാണ്. ഇമീഡിയറ്റ് ആയിട്ട് അങ്ങനെ തീരുമാനിച്ചാൽ ഉടനെ, ഒരു കാരണവശാലും എൻക്വയറി കഴിഞ്ഞാൽ ഉടനെ അത് വഖഫ് അല്ലാതെ ആയി മാറുന്നു എന്ന് തെറ്റാണ് എന്ന് പറഞ്ഞ ആ 3C കാര്യം പൂർണ്ണമായിട്ടും ഇന്റർഫിയർ ചെയ്യപ്പെട്ടു എന്നത് വളരെ ഇതാണ്. ഡെഫിനറ്റ് ഇന്റർഫിയറിന്റെ മാറ്ററാണ്, ഇന്റർഫിയർ ചെയ്തു. എന്നാൽ മറ്റു രണ്ട് ആസ്പെക്ട്സിൽ പറയുകയാണെങ്കിൽ, ഒന്ന് 5 ഇയർ പീരീഡ് മാൻഡറ്ററി ആയിട്ട് പറഞ്ഞുകൊണ്ട് 5 വർഷം മുസ്ലിമായി പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് തെളിയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന പ്രൊവിഷൻ. ആ പ്രൊവിഷന്റെ മേലുള്ള ആ ചലഞ്ച് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ജഡ്ജ്മെന്റ് പാരഗ്രാഫ് 134 and 135, 134 ഇത് മൊത്തം ഏകദേശം 209 പാരഗ്രാഫ് ഉണ്ട് ഈ ജഡ്ജ്മെന്റിന്. ഏകദേശം 128 പേജുണ്ട്. അതിലെ 80ാമത്തെ പേജിൽ 134, 135 പാരഗ്രാഫുകൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, അവർക്ക് prima facie we are of the view that such a provision cannot be said to be arbitrary or discriminatory. അത് ആർബിട്രറിയോ ഡിസ്ക്രിമിനേറ്ററിയോ അല്ല എന്ന് അവർ ഫൈൻഡ് ചെയ്യും. അതായത് 5 വർഷം പീരീഡ് ഫിക്സ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഫൈൻഡ് ചെയ്തിട്ട് അത് വീണ്ടും പറഞ്ഞു, therefore the possibility of any person not belonging to Muslim community converting to the Islamic religion only in order to take benefit of the protection of Waqf Act so as to defeat creditors and evade the law under the cloak of a plausible dedication cannot be ruled out. അതായത് ദുരുദ്ദേശത്തോടുകൂടി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വഖഫ് ആക്കി ഡെഡിക്കേറ്റ് ചെയ്ത് ഇപ്പൊ കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫൈൻഡിങ് ആണ്. അതൊന്നും ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ 5 ഇയേഴ്സ് പീരീഡ് വെക്കുന്നതിന് തെറ്റില്ല എന്നൊരു ഫൈൻഡിങ് കൊണ്ടുവന്നതിന് ശേഷം ആ 5 ഇയേഴ്സ് പീരീഡ് എങ്ങനെ തീരുമാനിക്കുമെന്ന ക്വസ്റ്റ്യനിലേക്ക് കോടതി വന്നിട്ട് പറഞ്ഞു, അത് നിങ്ങൾ റൂൾസ് ഉണ്ടാക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് 5 ഇയേഴ്സ് ഫിക്സ് ചെയ്യാം. അപ്പോൾ 5 ഇയർ പീരീഡിനെ സ്റ്റേ ചെയ്തിരിക്കുന്നത് റൂൾസ് ഉണ്ടാക്കുന്നത് വരെയാണ്. സോ എന്നാണ് റൂൾസ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാത് സ്റ്റേറ്റുകൾ തീരുമാനിക്കും. വേണമെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാരിന് നാളെ തന്നെ റൂൾസ് ഉണ്ടാക്കാം, മറ്റൊരു സർക്കാരിന് ഉണ്ടാക്കണ്ടെന്ന് തീരുമാനിക്കാം. അതൊക്കെ അതാത് സ്ഥലങ്ങളിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോയി സ്റ്റേറ്റ് ഗവൺമെന്റിന് തോന്നുന്ന തരത്തിലുള്ള റൂൾസ് ഉണ്ടാക്കി അത് നമ്മൾ ചലഞ്ച് ചെയ്യും. ഡെഫിനറ്റ് ആയിട്ട് തർക്കമൊന്നുമില്ല. റൂൾസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ 5 ഇയർ പീരീഡ് വെച്ച് മുന്നോട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് അതിന് നമുക്കൊരു അബ്സല്യൂട്ട് സ്റ്റേയുടെ സ്വഭാവം കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, സ്റ്റേറ്റുകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അതിന്റെ റൂൾസ് ഉണ്ടാക്കാനുള്ള അവകാശം കൊടുത്തിരിക്കും. അപ്പൊ അത് ഒരു ടോട്ടൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പാർഷ്യലി ഫോർ ദ ടൈം ബീയിങ് നമുക്കത് പ്രൊട്ടക്റ്റഡ് എന്ന് പറയാം. നാളെ രാവിലെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല, റൂൾസ് വരണമല്ലോ എന്ന് നമുക്ക് പറയാം. മറ്റൊരു പ്രൊവിഷൻ വന്നിരിക്കുന്നത് സെക്ഷൻ 9 സെക്ഷൻ 14 അമെൻഡ് ചെയ്തപ്പോൾ വഖഫ് ബോർഡും വഖഫ് കൗൺസിലും ഉണ്ടാക്കി.
ഇപ്പൊ വഖഫ് ബോർഡില് പിന്നെ 11 അംഗങ്ങൾ, വഖഫ് കൗൺസിലിൽ 22 അംഗങ്ങൾ, 24 അംഗങ്ങൾ. അപ്പോ വഖഫ് കൗൺസിലിലേക്ക്, വഖഫ് ബോർഡിലേക്കും 2 നോൺ മുസ്ലിംസിനെ വെക്കാം എന്ന് പിന്നെ അമെന്റ്മെന്റ് ആക്ടിലുണ്ടായി. അപ്പൊ അത് ടോട്ടലി കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. കാരണം ആർട്ടിക്കിൾ 25 26 പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. അവിടെ നോൺ മുസ്ലിംസ്, മുസ്ലിം എൻഡോമെന്റ്സ് ആണ്, നോൺ മുസ്ലിംസ് ആ ബോർഡിൽ ഉണ്ടാകാൻ പാടില്ല എന്ന വാദം നമ്മൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മറ്റിപ്പോ ദേവസ്വം ബോർഡ് വരും, മറ്റേത് ബോർഡായാലും. ഉദാഹരണത്തിന് വേണമെങ്കിൽ പള്ളികളിലെ നമസ്കാരത്തിന്റെ സ്വഭാവങ്ങൾ പല തരത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വൈകിട്ടത്തെ ഇഷാ നമസ്കാരത്തിന്റെ കാര്യം, സുബഹി നമസ്കാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പിന്നെ റംസാനിലെ നമസ്കാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇത്തരം തർക്കങ്ങളൊക്കെ വരുന്ന ഒരു ബോർഡാണ്. ആ ബോർഡിലേക്ക് 2 നോൺ മുസ്ലിംസ് വേണമെന്ന് പറഞ്ഞാൽ, ക്ഷേത്രങ്ങളിലെ പൂജ നടത്തുന്നതിന്റെ സമയം ഫിക്സ് ചെയ്യുന്ന ബോർഡിലേക്ക് ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്, ഒരിക്കലും പാടില്ലാത്ത. ആ പ്രൊവിഷനില് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പിന്നെ 3 പേര് വരെ വഖഫ് ബോർഡിലാകാം, 4 പേര് വരെ വഖഫ് കൗൺസിലും ആകാം. 2 മാൻഡേറ്ററി ആണ് എന്ന കാര്യമുണ്ടല്ലോ, 2 മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നതിനെ സെറ്റസൈഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ തെറ്റില്ല എന്നൊരു കണ്ടെത്തലും 189 പേജ് 113 സ്പെസിഫിക് ആയിട്ട് അത് അങ്ങനെ ഒരു ഫൈൻഡിങ് ഉണ്ട്. അപ്പൊ ആ ഫൈൻഡിങ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിമാ ഫേസി അത് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവർ ചെയ്തിരിക്കുന്നത്, സോളിസിറ്റർ ജനറൽ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ ആളുകളെ, ഭൂരിപക്ഷം ആളുകളെ നോൺ മുസ്ലിം വെക്കാനുള്ള ഉദ്ദേശമില്ല, അതുകൊണ്ട് 3ഉം 4ഉം ആക്കി ഫിക്സ് ചെയ്യാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ വാദത്തിനിടയിൽ. അപ്പൊ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോ കേരള സ്റ്റേറ്റ് നോക്കുക, കേരള സ്റ്റേറ്റിൽ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പൊ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതൊക്കെ ഗവൺമെന്റിന്റെ മെക്കാനിസമാണ്. ഗവൺമെന്റ് ചേഞ്ചിലേക്കൊക്കെ ആകാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് ഗവൺമെന്റിനെ പെട്ടെന്ന് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നോർമലി ഇപ്പൊ സുപ്രീം കോടതി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ 2 വെക്കണമെന്ന്, അതിന്റെ മേൽ ഇന്റർഫറൻസ് ആവശ്യമില്ല എന്ന് കോടതി തീരുമാനിച്ച സ്ഥിതിക്ക് ഇപ്പൊ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ ഡെഫിനറ്റ് ആയിട്ട് 2 നോൺ മുസ്ലിംസ് വരും. അത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്നത് കൊണ്ട് അത് വലിയ ഡേഞ്ചറസ് പ്രൊപ്പോസിഷനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരള പോലുള്ള സംസ്ഥാനങ്ങളിൽ ബോർഡുകൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ചെയ്യരുത്. കാരണം ഈ കോടതിയുടെ വിധിയുടെ അവസാന പോർഷനിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു പ്രിമാ ഫേസി ഒപ്പീനിയൻ ആണ്. ഫൈനലി വാദം കേൾക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഇവാലുവേഷൻ നടത്തും. അത് നടത്തുന്ന സമയത്ത് ഇതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് ആകുള്ളൂ. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് തൽക്കാലം ഇപ്പോ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആരും തയ്യാറാകാൻ പാടില്ല എന്ന ഒരു ഇതാണ്.